ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ട് DGP ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. റിപ്പോർട്ടിനോടനുബന്ധിച്ചുള്ള DGPയുടെ ശുപാർശകൾ ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചതിന് പിന്നാലെയാണ് റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറുന്നത്. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ, ഇനിയുള്ളത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ 8 ദിനം മാത്രമാണ്. സർക്കാരിന്റെ നിലപാട് എന്നതും ഏറെ നിർണായകമാണ്. DGP സ്ഥാനക്കയറ്റത്തിലേക്കുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 30-ാം തീയതി വരെയാണ് സമയമുള്ളത്. അതിനുശേഷമാണ് സർക്കാരിന്റെ നിലപാട് വരുന്നതെങ്കിൽ അതിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തായിരിക്കാം ഇനി റിപ്പോർട്ട് കൈമാറുന്ന സ്ഥിതിക്ക് സർക്കാരിന്റെ നിലപാട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇന്നലെയാണ് DGP സർക്കാരിന് ഇത്തരത്തിൽ SIT കൈമാറിയ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ADGP MR അജിത് കുമാറിനെതിരായി നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് SIT 2 തവണ നൽകിയ റിപ്പോർട്ടിലും ഈ ADGP MR അജിത് കുമാറിനെതിരെ കണ്ടെത്തിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അതായത് കേസ് ഡയറി അടക്കം തിരുത്തി എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ അടക്കം SIT ആ 2 റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. ഇതേ റിപ്പോർട്ടിന്മേലാണ് ADGP MR അജിത് കുമാറിനോട് ഇത്തരത്തിൽ വിശദീകരണം തേടിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ADGP വിശദീകരണം എഴുതി നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ തനിക്ക് സാവകാശം ആവശ്യമുണ്ട്, വിശദമായി വിശദീകരണം നൽകുന്നതിനായി സമയം ആവശ്യമുണ്ടെന്നൊക്കെ തന്നെ ഇന്നലെ DGPക്ക് കത്ത് നൽകിയിരുന്നു, സമയം നീട്ടി നൽകുന്നതിനായി. എന്നാൽ DGP ആദ്യം നൽകിയ വിശദീകരണത്തിന്മേൽ ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് ശുപാർശകൾ എഴുതി ആഭ്യന്തര സെക്രട്ടറിക്കാണ് ഇത്തരത്തിൽ കൈമാറിയിരുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഇന്നത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് ശുപാർശകൾ എഴുതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാനുള്ള ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. എന്നാൽ DGPയുടെ റിപ്പോർട്ട് ഉൾക്കൊള്ളാനും തള്ളാനുമുള്ള അധികാരം ഇപ്പോൾ ഉള്ളത് സർക്കാരിനാണ്. അനാവശ്യ തിടുക്കം ഈ വിഷയങ്ങളിൽ കാട്ടില്ല എന്ന് ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കാരണം നടപടി എടുത്താൽ ഇത്തരത്തിൽ തിടുക്കം കാട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് എന്തായാലും വിശദമായി തന്നെ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ADGPക്കെതിരെ ഒരു നടപടി ഉണ്ടാകുക. ഈ മാസം 30-ന് മുമ്പ് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ DGP സ്ഥാനം കയറ്റം കൂടി അജിത് കുമാറിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സർക്കാരിന്റെ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രധാനമാണ്. ഇത്തരത്തിൽ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ നിർണായകമായ കേസ് ഡയറി അടക്കം തിരുത്തി എന്നുള്ള കുറ്റമാണ് ADGP MR അജിത് കുമാറിനെതിരെ SIT കണ്ടെത്തലുകളിലുള്ളത്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ ഇത്തരത്തിൽ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ അടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ കേസിൽ MR അജിത് കുമാറിന്റെ പങ്ക് എന്ന് പറയുന്നത്. അത് SITക്ക് മുമ്പിൽ അവർ മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ആദ്യ റിപ്പോർട്ട് കൈമാറുന്നത്. ഈ റിപ്പോർട്ടിന്മേൽ ഈ റിപ്പോർട്ട് DGP കൈവശം വെക്കുകയും എന്നാൽ അത് സർക്കാരിന് കൈമാറാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും വിശദമായ ഒരു റിപ്പോർട്ട് ഇത്തരത്തിൽ SITയോട് ആവശ്യപ്പെടുന്നു. അതിനെ തുടർന്ന് വീണ്ടും SIT 17-ാം തീയതി ആണ് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നത്. പിന്നീട് ഇത്തരത്തിൽ ADGPയോട് വിശദീകരണം തേടുകയായിരുന്നു. എന്നാൽ വിശദീകരണം നൽകാൻ താൻ സ്ഥലത്തില്ല എന്ന ഒരു കത്ത് നൽകുന്നു. അതിനെ തുടർന്ന് 21-ാം തീയതി വിശദീകരണം നൽകുന്നു. എന്നാൽ വിശദീകരണം തനിക്ക് വിശദമായി തന്നെ ഒരു വിശദീകരണം നൽകാനുണ്ട്, അത് ആവശ്യമായ സമയം നൽകണമെന്ന് DGPയോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അതിന് സമയം അനുവദിച്ചിരുന്നില്ല. എന്തായാലും ഇന്ന് DGP നൽകിയ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ഇതിൽ സർക്കാർ നിലപാട് എന്താകും എന്നുള്ള കാര്യത്തിൽ വളരെയേറെ നിർണായകമാണ്. കാരണം ഈ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇത്തരത്തിൽ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് വേളയിൽ പറയുകയുണ്ടായിരുന്നു DGP MR അജിത് കുമാറിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്ത വ്യക്തി താനാണ്. ആ നിലയ്ക്ക് താൻ ഒരിക്കലും ഇത്തരത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല. തെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വേണ്ട നടപടി ഉറപ്പായും സ്വീകരിക്കും. സ്ഥാനക്കയറ്റത്തിനായി ഒരിക്കലും ശുപാർശ നൽകില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നതകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന ADGPയെ സംരക്ഷിക്കുന്ന ആദ്യം SIT നൽകിയ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അജിത് കുമാറിന്റെ പങ്ക്. എന്നിട്ടും സർക്കാർ നിലപാടെടുത്തില്ല, നടപടി എടുത്തില്ല എന്ന കാര്യത്തിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളും
വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ആണ് വീണ്ടും റിപ്പോർട്ട് തരുന്നത്. എന്തായാലും ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ കൈവശം ഈ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എന്താകും സർക്കാർ DGPക്ക് എതിരെ എടുക്കുന്ന നടപടി എന്നത് വളരെയേറെ പ്രധാനമാകും. കാർത്തു, ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.